ഒന്നും രണ്ടും അല്ല 40 ഫോണാണ് തിരിച്ചെടുത്തത്. കേരള പോലീസിനൊക്കെ അഭിമാനമാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വിജയ് സാറ്. അപ്പൊ ഇനി അടൂർ സ്റ്റേഷൻ പരിധിയിൽ ആരെങ്കിലും മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട പേടിക്കേണ്ട, നമ്മുടെ സാർ ഇവിടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു സഹപ്രവർത്തനം എന്തുകൊണ്ടും കേരള പോലീസിന്റെ ഒരു മുതൽക്കൂട്ട് തന്നെ. നമ്മുടെ ഫോൺ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ മനുഷ്യന്റെ ഹൃദയമാണ്. ഫോണില്ലാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ ഫോണൊന്ന് മോഷണം പോയുള്ള ഒരു അവസ്ഥ എന്ന് ആലോചിച്ചേക്ക്. അങ്ങനെ 1 അല്ല 10 അല്ല 20 അല്ല 40ലധികം നഷ്ടപ്പെട്ടു പോയ മൊബൈൽ ഫോണുകളാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വിജയ് സാറ് കണ്ടുപിടിച്ച് കൊടുത്തത്. എന്തായാലും സാറ് കേരള പോലീസിനൊക്കെ അഭിമാനമാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വിജയ് സാറ്. കംപ്ലൈന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഈ കംപ്ലൈന്റ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ അവരെ കൊണ്ട് CEIR എന്നൊരു പോർട്ടൽ ഉണ്ട്. CEIR ആ പോർട്ടലിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ആ നഷ്ടപ്പെട്ടു പോയ ഫോണിൽ ഉണ്ടായിരുന്ന സിം, ഇപ്പൊ 2 സിം ഉണ്ടെങ്കിൽ 2 സിം, അതിനെ രണ്ടിനെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് നമ്മൾ ആക്റ്റീവ് ആക്കണം. ആക്റ്റീവ് ആക്കിയ ശേഷം ഈ നമ്മൾ സ്റ്റേഷനിൽ തരുന്ന കംപ്ലൈന്റ് റെസിപ്റ്റ്, അതേപോലെ അവരുടെ ID കാർഡ്, ആ ഫോൺ ഉപയോഗിച്ചിട്ട് യഥാർത്ഥ ഉടമസ്ഥന്റെ ID കാർഡും വെച്ച് നമ്മൾ ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ OTP ചോദിക്കും. ആ OTP എന്ന് പറയുന്നത്, കൊടുക്കാനുള്ള നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ മിസ്സായി പോയ ഫോണിന്റെ അതിൽ കടന്ന ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് നമ്പർ അയക്കണം. ഇങ്ങനെ കൊടുത്ത് ട്രേസ് ചെയ്ത് നമ്മൾ റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് IMEI ബ്ലോക്ക് ആവുക ചെയ്യുന്നത്. IMEI ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഫോണിനകത്ത് സിം വർക്ക് ആവത്തില്ല. ഏത് IMEI ആണോ ബ്ലോക്ക് ആവുന്നത്, അപ്പോൾ 2 സിമ്മും കൊടുത്ത് 2 ബ്ലോക്ക് ആവും. അപ്പം സിം വർക്ക് ആവത്തില്ല, അതായത് കോളും പറ്റത്തില്ല, നെറ്റും പറ്റത്തില്ല, കിട്ടുന്നതൊക്കെ. പക്ഷേ ഈ സിം അതിൽ വന്നു കഴിഞ്ഞാൽ ഡിറ്റക്ഷൻ കിട്ടും. അതായത് നമുക്ക് ആ പോർട്ടലിൽ ആ ഏത് സിമ്മാണ് ഇട്ടേക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ SHO ലോഗിനിലേക്ക് അയച്ചു തരിക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും രാവിലെ മോണിറ്റർ ചെയ്യും. ഇന്ന് ഫയൽ വന്നിട്ടുണ്ടോ, ട്രേസ് റിസൾട്ട് വന്നിട്ടുണ്ടോ, വന്നിട്ട് കറക്റ്റ് ആ സിമ്മിന്റെ നമ്പർ കിട്ടുന്നത്. അപ്പം നമ്മൾ ഡയറക്റ്റ് ആ സിം യൂസ് ചെയ്യുന്ന ആളെ നമ്പറിൽ വിളിക്കുകയും ചെയ്യും. വിളിച്ചിട്ട് അവരുടെ കൃത്യമായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി ഇതാണ് സംഭവം. നിങ്ങൾ മോഷണ ഫോണാണ് ഉപയോഗിക്കുന്നത്? അതെ, ഉപയോഗിക്കുന്നത്. അറിയത്തില്ല. കാര്യം ഈ കൂടുതലും കണ്ടേക്കെന്ന് വെച്ചാൽ മൊബൈൽ കടയിൽ നിന്ന് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് മേടിച്ചുകൊണ്ട് പോകാനായിട്ട് കണ്ടേക്കുന്നത്.